ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നിപ്പോൾ അമ്മൂന് ഓണം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ അപ്പോൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ബോറടിച്ചു. അപ്പോൾ എന്നാല് പുറത്ത് പോവാന്നൊക്കെ വിചാരിച്ചു. ആം, ഒരു കാരണമില്ലാതെ പുറത്ത് പോവുക, അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പം അങ്ങനെ ഞങ്ങൾ വെറുതെ ഉം, രണ്ടാളും കൂടി ഒരുങ്ങി പുറത്തൊക്കെ പോവാൻ നിൽക്കുവാണ്. അങ്ങനെ എന്നും സ്കൂട്ടർ എടുത്തിട്ടാണ് പോവാറ്. അതെന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഷോപ്പിങ്ങോ എന്തെങ്കിലും. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ നടന്നു പോകാമെന്ന് വെച്ചു. ഒരു ഈവനിങ് വാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അമ്മൂനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നതൊക്കെ. സോ ഞങ്ങൾ രണ്ടാളും കൂടെ വെറുതെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വൈകുന്നേരത്തെ ഈ ഒരു ഇളം വെയിലൊക്കെ കൊണ്ട് നടക്കുന്നത് എപ്പോഴും ഒരു നല്ല എന്തോ നമുക്ക് നല്ലൊരു ഗുഡ് ഫീലാണ് കേട്ടോ നടക്കുമ്പോൾ. അത് സത്യമാണ്. അപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് അപ്പം നടന്ന് ഞങ്ങളൊരു ഫെസ്റ്റ്, ഇവിടെ ഒരു ഓണത്തിനോടനുബന്ധിച്ച് ഒരു അരിയൽ അങ്ങനെ ഒരു ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നാടൻ വിത്തുകൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ നാടനായിട്ടുള്ള പഴയകാല മിഠായികൾ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് മിഠായികളുണ്ട് കേട്ടോ. അതുപോലെ ഈ പലഹാരങ്ങളുണ്ടല്ലോ, ഓരോരോ പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ, അതുപോലെ ഈ കുത്താമ്പുള്ളി സാരികൾ, എന്ന് വെച്ചാൽ കൈത്തറി, അതേപോലെ തന്നെ ഒരുപാട് കളർ കോമ്പിനേഷനും ഉണ്ട്. പിന്നെ കത്തി, പലതരത്തിലുള്ള ഇരുമ്പിൻ്റെ കത്തി, അത് ഞാനൊന്നങ്ങ് വാങ്ങിച്ചു. കാര്യം നല്ലതാണ് ഇരുമ്പിൻ്റെ കത്തി, എപ്പോഴും നല്ല മൂർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാ നാടൻ കൈകൊണ്ട് ഉണ്ടാക്കിയത്, അതായത് ഹാൻഡ് വർക്ക് ചെയ്ത പലതരത്തിലുള്ള ബാഗുകൾ, കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട്. പിന്നെ ചട്ടികൾ, അതേപോലെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വിത്തുകൾ, അച്ചാറുകൾ, വിവിധ തരത്തിലുള്ള അച്ചാർ. പിന്നെ പുസ്തകങ്ങൾ ഏതൊക്കെയാന്നൊക്കെ നോക്കി. അതാ നടത്തം, ഇങ്ങനെയുള്ള കുറേ ബുക്കുകളുണ്ട് കേട്ടോ, പച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അതേപോലെ തന്നെ ഈ ചിരട്ട കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ. അപ്പോഴാണ് അമ്മൂന് പോപ്കോൺ വേണമെന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞാൻ പാനിപൂരി കഴിച്ചു. അതേപോലെ വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് വാങ്ങി. ദെൻ നാളേക്കുള്ള പൂക്കളം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ, അപ്പോൾ പൂവ് ഇന്ന് കുറവാണ് സാധാരണ, പക്ഷേ എന്നാലും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി.